ഇപ്പോഴത്തെ സർക്കാർ ഇലക്ഷന് മുൻപ് ഇതാ ഒരു സൂപ്പർ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ ന്യൂസ് ചാനലുകൾ ഒന്നും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച സ്വിറ്റ്സർലൻഡിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ് നയിച്ച ടീം പങ്കെടുത്തിരുന്നു. സ്പെഷ്യൽ പവിലിയൻ ഇട്ടു, വലിയ വിജയം നേടി. കേരളത്തിലേക്ക് 1.18 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ EOIs എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ലോകത്തെമ്പാടുമുള്ള കമ്പനികളുമായി സൈൻ ചെയ്തിരിക്കുന്നത്. റിന്യൂവബിൾ എനർജി, സ്കിൽ ഡെവലപ്മെന്റ്, ഫൈനാൻഷ്യൽ സർവീസസ്, ടൂറിസം, വെൽനെസ്, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ പലവിധ മേഖലകളിലേക്കാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ എത്തുമ്പോൾ ജോലി സാധ്യതകൾ കൂടും, മറ്റ് ബിസിനസ്സുകൾ വളരും, ആൾക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടും. ഇൻഫാക്ട് ഈ സർക്കാർ ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെയും 1.52 ലക്ഷം കോടിയുടെ EOIs സൈൻ ചെയ്തിരുന്നു. അതിൽ 25% കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതും വെറും 10 മാസത്തിനുള്ളിൽ. ശരിക്കും വളരെ വലിയ പ്രതീക്ഷ തരുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പല നാഷണൽ മീഡിയ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും മേജർ മലയാളം മീഡിയകൾ ഒന്നും തന്നെ ഇതിനെപ്പറ്റി അധികം ചർച്ച ചെയ്ത് കാണുന്നില്ല. നെഗറ്റീവ് ന്യൂസ് ആയാലേ മലയാളികൾ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണോ അതോ നല്ല ന്യൂസ് ഒന്നും മലയാളികൾ അറിയേണ്ട എന്നുള്ളത് കൊണ്ടാണോ? എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അതിശക്തം.